മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റ്. നല്ല നമസ്കാരം. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോൺ. അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല, ഇന്നലെ നിർത്തിയോടുത്തുന്ന വീണ്ടും ആരംഭിക്കുകയാണ്. ജീവിതത്തെ പുതിയ വെളിച്ചങ്ങൾ നൽകുന്ന കുറേ ആളുകൾക്ക് ചുറ്റും ഞങ്ങളും. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമസ്കാരം. നമ്മൾക്ക് സംബന്ധിച്ചറിയാം, ഒരു സംസാരം അത് നമുക്കല്ലേ ജന്മന ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അവരെ അതിലൂടെ എത്തിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ കുട്ടികളും ആ ഒരു സ്ഫുടതയിലേക്ക് എത്തിക്കുന്നതിനായിട്ട് വലിയ ശ്രമം നടത്തുന്നുണ്ട്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഉണ്ടാകുന്ന മുന്നിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് അത് വലിയ സന്തോഷം. അവരുടെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ വരുന്ന ഓരോ പരസ്യം പോകുന്ന ഒരു കുട്ടികളും എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെയുള്ള ഇതുവരെയുള്ള യാത്രയിൽ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് ഓരോ കുട്ടികൾ വന്ന് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ലെവൽ എങ്ങനെ തോന്നുന്നു? വളരെയധികം പുരോഗതി, നമുക്ക് സംതൃപ്തിയുണ്ട്. കാരണം ഇവിടെ ഓരോരുത്തരും ചെയ്യുന്നത് അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. വെറുതെക്കല്ല, ഒരു വഴിപാട് പോലെ ചെയ്യുന്നതല്ല. ഏത് കുട്ടികളെ, പല കുട്ടികൾക്ക് ഇപ്പോൾ സംസാരത്തിൽ ഭയങ്കര വൈകല്യമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അത് പല കാരണങ്ങളുണ്ടാവാം. ഹിയറിംഗ് ഇമ്പയർഡ് ആവാം, പിന്നെ ഡിലേഡ് സ്പീച്ച്, പിന്നെ ഓട്ടിസ്റ്റിക്, ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ പലർക്കും അറിവില്ല. ആദ്യം പീഡിയാട്രീഷ്യൻസിനൊക്കെ അടുത്ത് പോകുമ്പോൾ പറയും കുഴപ്പമില്ല, സംസാരിച്ചു. പക്ഷെ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ കുറച്ചും കൂടി പേരൻസിന് അറിവായി വരുമ്പോൾ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തെറാപ്പി കൊടുക്കുമ്പോൾ വളരെയധികം പേരൻസും കൂടി ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസം വരുന്നുണ്ട്. ഒരിക്കലും ഈ ഭിന്നശേഷി എന്ന് പറഞ്ഞിട്ട് ഒതുക്കി നിർത്താനല്ല, മാക്സിമം കിട്ടാവുന്നതിൽ അവർക്ക് മെച്ചമാക്കി എല്ലാവരുടെ മുമ്പിലും അവർക്ക് യൂസ്ഫുള്ളായിട്ട് അവർക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ മാക്സിമം ഉള്ളതിൽ നിന്ന് നമ്മൾ പ്രയത്നിച്ച് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നമ്മുടെ അഡാപ്റ്റിൻ്റെ പ്രത്യേകം ഉള്ളത്. അതുവഴി അവരെ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. വേണമെങ്കിൽ കുറച്ചായിരിക്കാം, മുഴുവനും മാറ്റം എന്നല്ല പറയുന്നത്, ഉള്ളതിൽ നല്ല രീതിയിലാക്കാൻ. ഇവിടെ നല്ല റിസൾട്ടാണ് വരുന്ന പിള്ളേരും അവരുടെ പേരൻസ് അതുപോലെ തന്നെ നോക്കുന്നുണ്ട്. അതാണ് എനിക്കിവിടെ സന്തോഷമാണ്. കാരണം ഞാനതിൽ സംതൃപ്തയാണ്. നമസ്കാരം. ഇവിടെ സ്ക്രീൻ പ്രിന്റിങ്ങിന്റെ പരിശീലനമാണ് അല്ലേ? അതെ, പരിശീലനമാണ്. അത് ഞങ്ങളിപ്പം ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് അത് തുടങ്ങിയിട്ടുള്ളത്. ജോലിയുടെ രീതിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ കൂടെ ഇപ്പം അത്രയും ഇതില്ലല്ലോ, പ്രിന്റിങ്ങിന് ഒരു സ്കോപ്പ് നമുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ആക്ടിവിറ്റി ആയിട്ടാണ് അവർക്ക് കൊടുക്കണേ. അവരുടെ തന്നെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള വഴിയായിട്ടാണ് ഞങ്ങളിപ്പോൾ വിചാരിക്കണേ. പലർക്കും കുട്ടികളെങ്ങനെയാണ് അവരുടെ കോൺഫിഡൻസ് ഓരോ ആക്ടിവിറ്റിയും ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വരുന്നതനുസരിച്ച് നമ്മൾ എങ്ങനെ അവരുടെ രുചി നോക്കിയിട്ട് അവരുടെ താല്പര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ പ്രാക്ടീസ് ട്രെയിനിങ് കൊടുക്കണം. അപ്പം ഓരോ ട്രെയിനിങ്ങും അവരിലുണ്ടാക്കുന്ന മാറ്റം, കോൺഫിഡൻസ്, അവരിലുണ്ടാക്കുന്ന ആ ഒരു ആൾക്കാരെ തന്നെ മാറ്റിക്കളയുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ നമ്മൾ അവരിൽ കാണുമ്പോൾ സന്തോഷമാണ്. പല മാറ്റങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങളായാലും ഇപ്പം
വീട്ടിൽ നിന്നായാലും പലരും വന്നിട്ട് പറയുന്നേക്കാം അവരുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റം, സോഷ്യലൈസേഷനിൽ വരുന്ന മാറ്റം, അവരുടെ ലൈഫിൽ തന്നെ പല കാര്യങ്ങളിലും വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പല ഒരു സ്വയം പര്യാപ്തമാക്കിയ ഒരു കുടുംബജീവിതത്തിലേക്ക് ഒരു എത്തിക്കുന്ന തലത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്. അത് ആ ഒരു ബോധവൽക്കരണം സാധാരണ പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ അമ്മമാർക്ക് അച്ഛന്മാർക്ക് പലപ്പോഴും സംഭവിക്കാൻ. ഇപ്പോൾ അഡാപ്റ്റും മറ്റുള്ള സംഘടനകളും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് അഡാപ്റ്റ് ഭിന്നശേഷിക്കാരുടെ സംഘടനയല്ല. ഭിന്നശേഷിക്കാരുടെ സംഘടന വരുമ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ എല്ലാവരും പരിദേവനങ്ങളും ദുഃഖങ്ങളും ഉള്ളവരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന ദുഃഖങ്ങളാണ്. അപ്പോൾ അവർ താഴോട്ടാണ് പോകുന്നത്, ഡിസ്ട്രസ് ചെയ്ത് താഴേക്കാണ് പോകുന്നത്. നമ്മളങ്ങനെയല്ല. പൊതുസമൂഹം ഭിന്നശേഷിയുള്ള ആൾക്കാരെ ചേർത്ത് പിടിച്ച് സമത്വം എന്ന് പറയുന്നുണ്ടല്ലോ, ഉള്ളവരില്ലാത്തവന് കൊടുത്തിട്ട് യോജിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ നോക്കുന്നത്. അത് ഈ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. അതായത് ആരെങ്കിലുമൊക്കെ ഈ കുഞ്ഞുങ്ങളോട് സഹതാപം അല്ലാതെ ഈ കുട്ടികൾക്ക് കഴിവുണ്ട്, ഈ കുട്ടിക്ക് ഏണിങ്സ് ഉണ്ട്, ഈ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള തോന്നൽ വരുമ്പോഴാണ് ഒരു നല്ലൊരു സ്പൗസിനെ അവർക്ക് കിട്ടുക. പലപ്പോഴും ആ ലെവലുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ യഥാർത്ഥ പ്രയത്നം ആ ഒരു ലെവലിലും കൂടെയാണ്. എല്ലാവർക്കും അല്ല, അത് ഞാൻ എടുത്തു പറയുന്നു. നമ്മുടെ ഭിന്നശേഷി മേഖലയിൽ എല്ലാ തരത്തിലും സിവിയറും മൈൽഡും മോഡറേറ്റുമായിട്ടൊക്കെ ഉള്ളവരുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരെങ്കിലും ആ തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ഷെൽട്ടർ ഒരുക്കേണ്ടത് വളരെ കുറച്ച് ആൾക്കാർക്കേ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ സമൂഹത്തിന് തന്നെയാണത് ഗുണം കിട്ടുന്നത്, പൊതുസമൂഹത്തിന് തന്നെയാണ് ആ ഗുണം കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളറകളിലേക്കൊക്കെ ഒന്ന് സഞ്ചരിക്കുകയാണ്. ഞാൻ ഈ ഒരു അധ്യായം ചിത്രീകരിക്കുമ്പോൾ നല്ല ഒരു സന്തോഷത്തിലാണ്. കാരണം ഇങ്ങനെയെല്ലാം നമ്മൾക്ക് ഒരു വിരലെങ്കിലും അനക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ സമൂഹത്തിലുണ്ടാകുമ്പോൾ അവർക്ക് കൈത്താങ്ങൽ, അവർക്ക് പ്രചോദനം കൊടുക്കേണ്ടത് മാറ്റുലിയെ പോലുള്ള ഇതുപോലെയുള്ള ജനകീയ പ്രോഗ്രാമുകളാണ്. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ നിരവധി പരിശീലനങ്ങളാണ്, അതും തികച്ചും സൗജന്യമായി. ആ ഒരു വാക്ക് 100% ഉറപ്പായിട്ട് പറയാവുന്ന ഒറ്റ വാക്കാണ്, തികച്ചും സൗജന്യമായി. അത്തരത്തിൽ ഇവിടെ പാചക പരിശീലനങ്ങൾ തൊട്ട് കമ്പ്യൂട്ടർ പരിശീലനങ്ങൾ തൊട്ട് വിവിധ മേഖലകളിൽ അതിൽ ഏറ്റവും കഴിവുള്ള ഒരു വിദഗ്ധരായ അധ്യാപകരും ഒക്കെയാണ് ഇവരുടെ കൂടെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. അഡാപ്റ്റിൽ വിവിധങ്ങളായ പരിശീലനങ്ങൾ നടത്തുന്നു എന്ന് ഞാൻ മുന്നേ സൂചിപ്പിച്ചു. കമ്പ്യൂട്ടർ പരിശീലനം നടത്തുന്ന ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ടീച്ചർ നമ്മളോടൊപ്പം ചേരുക. ടീച്ചറെ നമസ്കാരം. പേര്? ശ്രുതി ഷിബിൻ. ശ്രുതി, ഇവിടെ എന്തെല്ലാം കോഴ്സുകളാണ് നമ്മളിപ്പോൾ? ഇവിടെ ഇപ്പോൾ DTP കോഴ്സാണ് 3rd ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ചെയ്യുന്നത്. പിന്നെ മുന്നേ നമ്മൾ ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സും കൊടുത്തിരുന്നു. അതിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് അമ്മമാർക്കും കോഴ്സുണ്ട്, പിന്നെ കുട്ടികൾക്കും ഇതേപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഇലക്ട്രോണിക്സ് മൊബൈൽസിലൊന്നും ബുദ്ധിമുട്ടില്ല. അത് കാരണം തന്നെ അവർക്ക് കമ്പ്യൂട്ടറിലുള്ള പര്യാപ്തിയിലും ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. അവർക്ക് പലർക്കും പല ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അവർ കുഴപ്പമില്ലാതെ നമുക്ക് ഡാറ്റ എൻട്രി അല്ലെങ്കിൽ അക്കൗണ്ടിങ് ലെവലിൽ അവരെ പര്യാപ്തമാക്കാം. ടീച്ചറെ സംബന്ധിച്ച് ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ വലിയൊരു വെല്ലുവിളി ഉണ്ടാവാം അല്ലേ? അവരെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാണ്. തുടക്കത്തിൽ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ബുദ്ധിമുട്ട് നേരിടുന്നില്ല. അവരുടെയും താല്പര്യം കാണുമ്പോൾ ഒരു വ്യത്യാസമുള്ളത്, സാധാരണ ഈ കുട്ടികൾക്ക് ബാക്കി എല്ലാ തെറാപ്പികളും ഒറ്റയ്ക്കാണ് തെറാപ്പികൾ കിട്ടുന്നത്. പക്ഷേ ഈ കമ്പ്യൂട്ടറിൽ വരുമ്പോൾ പിള്ളേരെല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. അതിലൂടെ അവർ സോഷ്യലൈസിങ്ങും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ചെറിയൊരു കോമ്പറ്റീറ്റീവ് അവർക്ക് സാധിക്കും എന്ന് വെച്ചാൽ ആ രീതിയിൽ മറ്റേ സാധാരണ കുട്ടികളുമായിട്ടല്ല, എന്നാലും അവർ തമ്മിൽ അവർക്ക് ചെയ്യാൻ പറ്റും, പരസ്പരം സഹായിക്കുന്നു. ഇതെല്ലാം ഇതിലൂടെ ഡെവലപ്പായി എടുക്കുന്നു എന്നാണ്. എൻ്റെ ബേസിക് മുതൽ തന്നെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ആക്കുക, ഓഫ് ആക്കുക, അതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കുട്ടികളും ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. എനിക്ക് തോന്നുന്നു ഇവരെ കുറച്ച് നാൾ കഴിഞ്ഞാൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തും. തീർച്ചയായിട്ടും എത്തും എന്നുള്ളത് ഉറപ്പാണ്. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് കാരണം തന്നെ ഇതുവരെ കാണുന്ന ഇത്രയും ബാച്ചസ് നടന്നതിൽ തന്നെ ഒരു ഫീൽഡിൽ പോയി കുട്ടി തന്നെയുണ്ട്, ഡാറ്റ എൻട്രി അക്കൗണ്ടിങ് ഫീൽഡിൽ പോയി കുട്ടിയുണ്ട്. അപ്പം നമുക്ക് മാതാപിതാക്കൾ അറിയാതെ കഴിവുകളില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് അവർ തിരിച്ചറിയണം. പിള്ളേർക്ക് കഴിയുന്ന മേഖലകളുണ്ട്. ഇതുപോലെ സൗജന്യം ഇവിടെ സൗജന്യമായിട്ടാണ് കമ്പ്യൂട്ടർ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്നും
ഇങ്ങനെയുള്ള അവസരങ്ങൾ മടി കൂടാതെ അവരെ വിടണം, കുട്ടികളെ വിടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വായനയുടെ ഒരു സ്വർഗത്തിലേക്കൊന്ന് കടക്കുകയാണ്. വായനയുടെ സ്വർഗമെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം നിഗൂഢതകളായ പലതുമുണ്ട്. പക്ഷെ അതിനപ്പുറം ഇവിടെ വരുന്നത് ഈ ഇരിക്കുന്നതെല്ലാം ഓരോ രക്ഷിതാക്കളാണ്. അവർ ഇവിടെ വന്ന് അവരുടെ മക്കളെ ഇവിടെ പരിശീലനത്തിനൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് അല്പസമയം അവരെ ചെലവഴിക്കുന്നത് വായനയുടെ ലോകത്താണ്. നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ച ശേഷം മുന്നോട്ട് പോവാം. പേര്? ദിശ. ഇവിടെ വരുമ്പോൾ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ വിവിധങ്ങളായ പുസ്തകങ്ങൾ വായിക്കുകയാണല്ലേ? പേര്? സിജോ. വായിക്കാറുണ്ട്. ഫൗസിയ. അപ്പൊ ഇവിടെ വരുമ്പോഴുള്ള സമയങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതുപോലൊക്കെ തന്നെ മോളെ ക്ലാസ്സിൽ ഇരുത്തുന്ന സമയത്ത് വായന നല്ലതാണല്ലോ വായന. അപ്പോൾ ഞാൻ നന്നായി വായിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പോൾ പുസ്തകങ്ങൾ എടുത്തിട്ട് വായിക്കും. അപ്പോൾ നമ്മൾക്ക് അതൊരു പ്രചോദനമാണ്. നമ്മളുടെ ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണല്ലോ ഞങ്ങൾ. അപ്പൊ അതിനൊക്കെ ഒരു സന്തോഷമാണ് വായന. ഞാൻ കൂടുതലൊന്ന് ചോദിക്കുകയാണ്, ഒരുപക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നരുതുണ്ട്, വീടുകളിൽ ഇതുപോലെയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ പല അമ്മമാരും നിരാശയിൽ, ഇപ്പോൾ പേര് ഫൗസിയ മാമിനെ പോലെ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ പലർക്കും കിട്ടുന്നുണ്ടാവില്ല. ഇപ്പോൾ അങ്ങേ സംബന്ധിച്ച് വായിക്കുന്നുണ്ട്, ആ ഒരു ലോകത്തേക്ക് കടന്നു പോകുന്നുണ്ട്. ചില അമ്മമാർ ഒരുപക്ഷെ നിരാശയിലായിരിക്കും, എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന തലങ്ങളിലേക്കൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവരോടൊക്കെ എന്ത് പറയാനുള്ളത്? സത്യം പറഞ്ഞാല് നമ്മൾ സ്വയം നമുക്ക് ഒരുപാട്, കാരണം നമ്മൾ ഇതിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിന്നാൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള സൊസൈറ്റികളിലും നമ്മളെ ഫ്രണ്ട്സ് അതുപോലെയുള്ള ഇവരുമായിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ സണ്ണി സാറിനായിട്ട് സംസാരിച്ചപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒരുപാട് മാറ്റങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ചില സമയത്ത് നമ്മൾ തീർത്തും ഡൗൺ ആവും. പക്ഷെ ഞാനൊരു എന്താ പറയുക സംഘടനയിലും കൂടി വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ അതിലും എനിക്കൊരുപാട് സംതൃപ്തി ഉണ്ട്. എനിക്ക് ഒരേ ഒരു മോളാണ്. പക്ഷെ അവളുടെ പ്രയാസങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ട് നടന്നിരുന്ന ആളാണ് ഞാൻ. പക്ഷെ എനിക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടി എനിക്ക് സാറിന് ഭയങ്കര ഹാപ്പി അല്ലേ ഇവിടെ? അതെ, ഇങ്ങോട്ട് വരാന്ന് പറയുമ്പോൾ ആൾക്ക് ഒരുപാട് സന്തോഷമാണ്. ഒരു വർഷം സത്യം പറഞ്ഞാൽ വെറുതെ പോയി +2 കഴിഞ്ഞിട്ട്. ഇപ്പോൾ വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഇവിടുത്തെ ടീച്ചർ ഒരാൾ. അപ്പോൾ ആളുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇങ്ങോട്ട് കാണുന്ന നമ്മുടെ അമ്മമാരോട് എന്താ പറയാനുള്ളത്? ചില അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കാരണം നമ്മൾ ഇങ്ങനെ വേദനിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇതന്നെ ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നാൽ നമുക്ക് മുന്നോട്ടൊരു യാത്രയില്ല. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർ ഉപദേശം തരുമ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാം. എനിക്കിപ്പോൾ സണ്ണി സാർ പറഞ്ഞത് എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അതിലൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അത് കേട്ടിട്ട് ഞാൻ സാർ പറഞ്ഞത് ഇന്ന് നാളെ ഇന്നലെ അങ്ങനെ മാത്രം ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ട് ദൈവവിശ്വാസമുള്ള ആളാണല്ലോ. അപ്പോൾ ദിവസേന അങ്ങനെ പ്രാർത്ഥിക്കുക. എൻ്റെ നാളെ ഇന്നലെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട. പക്ഷെ ഇന്നലെ ആദ്യമൊക്കെ ഞാൻ ഇന്നലെകളെ കുറിച്ചിട്ട് ഒരുപാട് ചിന്തിക്കും. അങ്ങനെയൊക്കെ വിഷമിച്ച് അത് കുറച്ചും കൂടി മാറ്റങ്ങൾ അങ്ങനെ വരണം അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ആളാണ്. ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. സത്യത്തിൽ ഈ 3 ദിവസം മാത്രമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലിപ്പോൾ കഴിഞ്ഞു പോയത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ വരാൻ പോകുന്ന ആ ഒരു അങ്ങനെ ദൈവം എനിക്ക് അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സന്തോഷം തരണം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഒത്തിരി സന്തോഷം കേട്ടോ. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. മറ്റുള്ള മേഖലകളിലേക്കൊക്കെ ഞങ്ങളൊന്ന് കടക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇത് മാത്രമല്ല, തൃശ്ശൂരുമുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ തൃശ്ശൂരിൻ്റെ വിഭിന്ന ഭാഗങ്ങളിൽ നമ്മൾ പ്രവർത്തിച്ചു വരികയാണ് ചെയ്യുന്നത്. അത് ഏതൊക്കെ നമ്മൾ ഗുരുവായൂർ ഭാഗങ്ങളിൽ, ചാവക്കാട് ഭാഗങ്ങളിൽ, മുസ്ലിം ഒരു നമ്മുടെ കോസ്റ്റൽ ഏരിയകളൊക്കെ ഉണ്ടല്ലോ, അവിടെയും ഒരുപാട് കുട്ടികളുടെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ബോധവൽക്കരണങ്ങളും അതുപോലെ തന്നെ പരിശീലനങ്ങളും നൽകി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു അധ്യായം ഒരുപാട് കുടുംബങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു തുടക്കമാണ്. കാരണം ജന്മന ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടെല്ലാം അത് ദൈവഹിതം, നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ എല്ലാം ഇവിടെ കഴിഞ്ഞു എന്നല്ല, അതിനപ്പുറം ഒരു ലോകമുണ്ട്, അതിനപ്പുറം ജീവിതമുണ്ട് എന്ന് കാണിച്ചു തരികയാണ് ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ തന്നെ. ഇന്നത്തെ ഈ ഒരു അധ്യായം തീർച്ചയായും കാണുന്ന ചില പ്രേക്ഷകർക്കെങ്കിലും കുറേയേറെ സംശയങ്ങളുണ്ടാവാം. ഞങ്ങൾക്കും ഇതുപോലെ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്, ഞങ്ങൾക്കുമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നൊക്കെ ഒരു സംശയം
സംശയങ്ങളൊക്കെ ഉണ്ടാവാം, ഞങ്ങൾ താഴെ കാണുന്ന നമ്പർ ഉണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് സമയവും വിളിക്കാം. ഏത് സേവനം വേണമെങ്കിലും ഈ അഡാപ്റ്റ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടും. അത് തീർച്ചയായിട്ടും അത് മാത്രമല്ല, അഡാപ്റ്റ് സൊസൈറ്റിയിലെ സേവനങ്ങളെല്ലാം തികച്ചും സൗജന്യമാണ്. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂർ ജില്ലയിൽ തന്നെ രണ്ട് സ്ഥാപനങ്ങൾ മാത്രമാണ് സൗജന്യമായിട്ട് നോൺ ഗവൺമെൻറ് മേഖലയിലുള്ളൂ. അതിലൊന്നാണ് അഡാപ്റ്റ് സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ തൃശ്ശൂരിൻ്റെ വിഭിന്ന ഭാഗങ്ങളിൽ നിന്ന്, കൊടുങ്ങല്ലൂർ മുതൽ ചെറുതുരുത്തി, വടക്കാഞ്ചേരി എല്ലാ ഭാഗങ്ങളിൽ നിന്നടക്കം കുട്ടികൾ ഇവിടെ വരികയും പരിശീലനം നേടുകയും അവർ സ്വയം പര്യാപ്തതയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിതുവരെയും കണ്ട് ആസ്വദിച്ചത് ഇവിടുത്തെ കുഞ്ഞുമക്കളുടെ കലാവിരുന്നുകളാണ്. ഒപ്പം തന്നെ അവരോടൊപ്പം തന്നെ അവർക്ക് പങ്കാളികളാവാനായിട്ട്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മാതാപിതാക്കളുമുണ്ട്. കല എന്നത് ദൈവത്തിൻ്റെ വരദാനമാണ്. ദൈവം തൊട്ടനുഗ്രഹിക്കുന്നതാണ് ഓരോ കലാകാരന്മാരെയും. അത്തരത്തിൽ കലാകാരന്മാരെ തൊട്ട് അനുഗ്രഹിക്കുമ്പോൾ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന 2 പേരാണ് ഈ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇവിടെ വന്ന് കുട്ടികളുമായി അല്പസമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, ഇത് ചിത്രീകരിക്കുമ്പോൾ എനിക്കും ക്യാമറമാനും കിട്ടിയിരിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് മറത്തൊന്നുമില്ല. കാരണം വാക്കുകൾക്കപ്പുറമാണ്. അത് മനസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാരണം ഇവരെയൊക്കെ നമ്മളിതാ ഇങ്ങനെ ചേർത്ത് പിടിക്കണം എന്നതിൻ്റെ ഉത്തമ തെളിവ് തന്നെയാണ് അഡാപ്റ്റ് പോലെയുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും. ഞാൻ ടീച്ചറിലേക്ക് വരികയാണ്. ടീച്ചറെ, ആദ്യം തന്നെ ഡാൻസ് പഠിപ്പിച്ച ടീച്ചർ ആരാ? ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അവർ ഓരോ സ്റ്റെപ്പുകൾ അങ്ങനെ മുന്നേ തന്നെ കാണിച്ചു കൊടുക്കുന്നു, അവരത് ഹൃദയസ്ഥമാക്കി ചെയ്യുന്നു. വളരെ ശ്രമകരമായ ഒരു കാര്യം. എനിക്ക് തോന്നുന്നു ഭിന്നശേഷി കലോത്സവത്തിൽ അടക്കം എല്ലാം മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇവരെ എവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെയാണ്, ഏത് സ്റ്റേജിലാണ് ചെയ്തത്? നമ്മൾ പല കുറെ സ്റ്റേജിലും ചെയ്തിട്ടുണ്ട്. കൂടുതൽ നമ്മൾ മറ്റേ സേലത്ത് പോയി വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഫ്ലൈറ്റ് യാത്ര. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതുപോലെ യോഗ, അതുപോലെ നമ്മുടെ ട്രൈബൽ ഡാൻസും അങ്ങനെ 2-3 പ്രോഗ്രാംസും ഒക്കെ ഞങ്ങൾ അവിടെ ചെയ്തിരുന്നു. എന്തായാലും വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ. രക്ഷാതാക്കളിലേക്ക് വരുന്നുണ്ട്. ടീച്ചർ, എങ്ങനെ പോകുന്നു ഇവിടുത്തെ പ്രസ്ഥാനം? ഈ ഒരു യോഗയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ കാണിക്കുന്ന താല്പര്യം എത്രത്തോളം ഉണ്ട്? അത് ആദ്യം പൊതുവേ നമ്മുടെ കുട്ടി ഒരു ഭിന്നശേഷിയുള്ള കുട്ടിയാന്ന് അറിയുമ്പോൾ ആ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ മാതാപിതാക്കൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കാലത്തോളം അവരിങ്ങനെ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ അതിൽ നിന്ന് അവരിപ്പോൾ നമ്മൾ ഇവിടെ ട്രെയിനിങ്ങിന് വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മൾ പലപ്പോഴും പിതാക്കളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് പലപ്പോഴും ഒരു ബൂസ്റ്റ്, നമ്മളൊരു സപ്പോർട്ട് വേണമെന്ന് കുട്ടികളോട് ഒപ്പം തന്നെ, അല്ലെങ്കിൽ കുട്ടികളെക്കാളും കൂടുതൽ മാതാപിതാക്കൾക്കാണ് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരിക നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മളിങ്ങനെ ഡാൻസും ഇതൊക്കെ. ഇവിടെ വരുന്ന സമയം വെറുതെ ചെലവഴിക്കണ്ട, പഠിപ്പിക്കാം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതിൽ താല്പര്യമുള്ളവർ പലരും ഉണ്ട്. ഇപ്പൊ ഒരുപാട് പേര് അതിന് സന്നദ്ധരായിട്ടുള്ളവരുണ്ട്. മുൻപ് ഡാൻസ് കളിച്ചിട്ടില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിന്നവരും പിന്നീട് വന്ന് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുവഴി അവർ വളരെ എനർജറ്റിക് ആവുന്നുണ്ട്. അതുപോലെ അവരുടെ എന്താ പറയാ വിഷമങ്ങളും സ്ട്രെസ്സും ഒക്കെ അതിൽ നിന്നൊക്കെ റിലീവ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുട്ടി നിൽക്കുന്നുണ്ട്. ഞാൻ ആ കുട്ടിയോട് ചോദിക്കാം, എത്ര വയസ്സായി കുട്ടിക്ക്? 66 വയസ്സായി. ഞാൻ പറഞ്ഞത് പ്രായം അല്ലേ, അതൊരു ഘടകമല്ല, നമ്പർ മാത്രമാണ്. അത് 2 3 അല്ലേ, 2 ഇത്തിരി വലിപ്പമുള്ളൊക്കെ ആയാലും കുഴപ്പമില്ല. അതിലും ചെറിയ അക്കത്തിലേക്ക് കടന്നു പോകുന്നതാണ് മനസ്സ്. സരസ്വതിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രചോദനമാണ്. ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരാളെപ്പോഴും വളരെ എനർജറ്റിക് ആണ്. അപ്പൊ മറ്റുള്ളവർക്ക് ഊർജ്ജം കൊടുക്കാനും സ്വയം ഊർജ്ജം നേടാനും ഇതുവഴി ഡാൻസ്, യോഗ, നൃത്ത പ്രാക്ടീസ് ചെയ്യുന്നത് വഴി പറ്റുന്നുണ്ട് അവർക്ക്. എങ്ങനെ ഈ ഒരു നിമിഷം എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു സമയമാണ്. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ ഇങ്ങനെ ആയി എന്നുള്ളൊരു ഇതിൽ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് സ്കൂൾ വിദ്യാഭ്യാസം നിർത്തിവെച്ചു. അത് കഴിഞ്ഞാണ് വേറെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഇങ്ങനെ സണ്ണി ഇവിടെ ചെന്ന് കണ്ടാൽ മതി, മോളെ അവിടെ ആക്കാമെന്ന് പറഞ്ഞു ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ടീച്ചേഴ്സും സണ്ണി
എല്ലാവരും പിന്നെ വരണവർ ഞങ്ങൾക്ക് ഒടുവിൽ ഞാനൊരു കുട്ടിയായി. ഞാനൊരു കുട്ടിയായിരുന്നു. എന്തായാലും സന്തോഷം. പേര്? എൻ്റെ പേര് പ്രവീണ. എൻ്റെ മകൾ ഇവിടെ അഡാപ്റ്റിൽ ഇതിന് വരുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി എന്ന് വെച്ചാൽ അമ്മമാർക്കുള്ളത്, അച്ഛന്മാർക്കുള്ള പോസിറ്റീവ് എനർജി. നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഭിന്നശേഷി കുട്ടി ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാവും ഒരുപാട് ഫീലിംഗ് ആയിട്ടും വരിക. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ മറന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂ ഇയർ പരിപാടിയോ ക്രിസ്മസ് പരിപാടിയോ വെക്കുന്നത് പറയുമ്പോൾ ഞങ്ങൾ തന്നെ സന്യാനോട് അല്ലെങ്കിൽ സയ്യിദ് മാഷോട് പറയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കണം എന്നുള്ളത്. തളർന്നിട്ടില്ലേ ഞങ്ങളിവിടെ വന്നിട്ട്. ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കുട്ടികളുണ്ടെന്ന് തോന്നണേ ഇല്ല ഇപ്പം ഞങ്ങൾക്ക്. അത്രയും ഒരു പോസിറ്റീവ് എനർജി. അത് ഞാനൊക്കെ എൻ്റെ മകളെ കൊണ്ട് ഒരു 17 വർഷമായിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷേ പേരൻസിന് ഒരു ഇത് കിട്ടിയിട്ടില്ല. നമ്മൾ തെറാപ്പി ചെയ്യുക, പൈസ കൊടുക്കുക, അവിടെ നിന്ന് പോരുക, അങ്ങനെയുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ചാരിറ്റി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ചാരിറ്റിയിലും അതിൽ നിന്നൊരു വ്യത്യസ്തമാണ്. ഇവിടെ ഞങ്ങളുടെ ഒപ്പം ഇവരുണ്ട്, അല്ലാണ്ട് ഇവരുടെ ഒപ്പം ഞങ്ങളല്ല. ഞങ്ങളുടെ ഒപ്പമാണ് ഇവരുള്ളത്. അത് കുട്ടികളുടേതായാലും പേരൻസിൻ്റെ ആയാലും ഇപ്പോൾ അമ്മമാർക്ക് തന്നെയല്ല, അച്ഛന്മാരുടെ ഫീലിങ്സും കൂടി അറിഞ്ഞിട്ട് അതും കൂടി അവരും കൂടി മോട്ടിവേഷനായിട്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ റിവ്യൂ മീറ്റിംഗ്. അതിലാണ് നമ്മളിപ്പോൾ ടെൻഷൻ അടിച്ച് നമ്മളിങ്ങനെ ഡള്ളായി പോണ സമയത്താണ് ഞങ്ങൾക്ക് സ്ക്രൂ മുറുക്കണ പോലെ ആയിരിക്കും. ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു വാക്ക് മതിയായിരിക്കും, അതിൽ നിന്ന് നമുക്കൊരു മോട്ടിവേഷൻ. അല്ലെങ്കിൽ വിഷമം കൊണ്ട് ആരോട് പറയണം എടുക്കണമെന്ന് പറയില്ല. അപ്പോഴായിരിക്കും ഓരോ അമ്മമാരും ഓരോ വിഷമങ്ങൾ പറഞ്ഞു വരുമ്പോൾ അപ്പം എൻ്റെ ഫീലിങ്സ് ഒന്നുമല്ല എന്നപ്പോൾ തോന്നുക. അതിലൊരു അഡാപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ വേണം എല്ലാവരോടും. ഇവിടെ വന്ന് ടീച്ചർമാരായാലും ഇവിടുത്തെ മറ്റുള്ള അംഗങ്ങളായാലും എല്ലാവരും ഞങ്ങൾക്ക് അമ്മമാർക്കായാലും ഞങ്ങളുടെ കുട്ടികൾക്കായാലും നല്ല സഹകരണമാണ്. കുട്ടികൾക്ക് ടീച്ചർമാരെന്ന് തോന്നില്ല. ഞങ്ങൾക്കായാലും ടീച്ചർമാർ ഫ്രണ്ട്സാണ്. തെറാപ്പി ടീച്ചർമാരാകുമ്പോൾ നമ്മളൊരു അകൽച്ചിന് ഇത് അതില്ല. ഞങ്ങൾക്ക് എന്തും പറയാം. കുട്ടികളുടെ കാര്യങ്ങളായാലും ഞങ്ങളുടെ കാര്യങ്ങൾ പറയാവുന്ന രീതിയിൽ തെറാപ്പിസ്റ്റുകളും ടീച്ചർമാരാണ്. അതിനുള്ള സപ്പോർട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാത്തിനും. തീർച്ചയായും കുറച്ച് മണിക്കൂറുകൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ഈ അഡാപ്റ്റിൻ്റെ ഒപ്പമാണ്. എന്താണ് അഡാപ്റ്റ് എന്ന് ഇന്നിപ്പോൾ പൊതുസമൂഹത്തിന് വ്യക്തതയും കൃത്യതയും വന്നിട്ടുണ്ട്. ഞാനിവിടേക്ക് ഒന്ന് വീണ്ടും തിരികെ എത്തുകയാണ്. ഒരുപക്ഷെ ഇത്രയേറെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു തരത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ സാമ്പത്തിക സ്രോതസ്? ഈ അഡാപ്റ്റിൻ്റെ രൂപീകരണം മുതൽ അഡാപ്റ്റിലെ അംഗങ്ങൾ അവരുടെ വരുമാനത്തിൽ നിന്നും മാറ്റിവെക്കുന്ന ഒരു സംഖ്യയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മുതൽ മുടക്ക്. അതിലൂടെ നമ്മുടെ സൗഹൃദങ്ങളിലൂടെ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവർ നമുക്ക് നൽകുന്ന സഹായധനവും ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോഴാണ് അഡാപ്റ്റ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ട് സുമനസ്സുകൾ നമ്മളിലേക്ക് വരികയാണെങ്കിൽ ചേർത്ത് പിടിക്കാൻ തയ്യാറല്ലേ? ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും അതുപോലെ തന്നെ പ്രോജക്റ്റുകളും നമ്മുടെ മനസ്സിലുണ്ട്. ഇനിയും നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, അതിനു വേണ്ടിയുള്ള പ്രോജക്റ്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ എല്ലാം തയ്യാറാണ്. പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നതും കാത്ത് ഞങ്ങളിരിക്കുകയാണ്. വൈകാതെ ഒരുപക്ഷെ ധാരാളം ഫോൺ കോളുകൾ വരാം. അത്തരം വരട്ടെ. കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇനിയും ഇത് സഞ്ചരിക്കട്ടെ. ഇതിൻ്റെ യാത്ര വീണ്ടും തുടങ്ങട്ടെ. എനിക്ക് തോന്നുന്നു ഇവിടെ ചിരിക്കുന്ന മുഖമുള്ള രക്ഷിതാക്കളാണ്. ഒരുപക്ഷെ കുറേ നാളുകൾക്കപ്പുറം ഇവരുടെ മുഖം ഒരുപക്ഷെ അത്ര ചിരി ഉണ്ടാവില്ല. ഇന്ന് ജീവിതത്തിനൊരു വെളിച്ചമുണ്ട്, മുന്നോട്ട് സഞ്ചരിക്കുവാനൊരു പാതയുണ്ടെന്ന് കാണിച്ചു കൊടുക്കുകയാണ് അഡാപ്റ്റ്. അഭിനന്ദനങ്ങൾ നേരുകയാണ്. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഞാൻ പ്രേക്ഷകരോട് പറയുന്നതിന് മുമ്പ് പ്രേക്ഷകരിലേക്ക് ഈ വിവരം എത്തിക്കുന്ന ജോബിയുടെ ഈ ടീമിന്, കാരണം ഇത് മാറ്റൊലിയാണ്. തീർച്ചയായിട്ടും പ്രതിധ്വനികളാണ് ഉണ്ടാവേണ്ടത്. ഇവിടെ ഈ കേൾക്കുന്ന ചെറു ശബ്ദങ്ങൾക്ക് തിരിച്ച് മറുപടികൾ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കൊന്നും ആവില്ല എന്നറിയാം. കാരണം ഇത്തരത്തിലുള്ള ജന്മങ്ങൾ, ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ എന്ന് പറയുന്നത് എണ്ണമേറെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അഡാപ്റ്റ് ചെയ്യുന്നത് ഒരു തുടക്കമായിട്ട് കരുതുക, അഡാപ്റ്റിനൊപ്പം ഉണ്ടാവുക. അഡാപ്റ്റിനെ പോലെ ധാരാളം ആൾക്കാരുകൾ ഈ ലോകത്തുണ്ടാവട്ടെ. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക. അനുയോജിപ്പ് എന്ന അഡാപ്റ്റിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും എല്ലാവരും ചേർന്ന സന്തുഷ്ടമായ സമത്വപൂർണ്ണമായിട്ടുള്ള ഒരു ലോകം നമുക്കുണ്ടാവണം. എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടു കൂടി തന്നെ കാണട്ടെ, അതാണ് ആഗ്രഹം. തീർച്ചയായും ഒറ്റ വാക്കും കൂടി പറഞ്ഞ് തൽക്കാലം ഒന്ന് വിട നൽകുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി അഡാപ്റ്റിലേക്ക് ഞങ്ങൾ വരും. ഈ കളിയും ചിരിയും എല്ലാം ഇതുപോലെ വിശേഷ അവസരങ്ങളിൽ പകർത്തിയെടുത്ത് പ്രേക്ഷകരുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിക്കും. ചിരിക്കുന്ന മുഖം നമുക്ക് ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു സമ്മാനം എന്ന് പറയുന്നത് മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കുക എന്നതാണ്.
ഇന്ന് ചിരിക്കാൻ പോലും പിശുക്ക് കാണിക്കുന്ന, അല്ലെങ്കിൽ ചിരിക്കാൻ പോലും മനസ്സില്ലാത്തൊരു ലോകത്ത് ഇത്രയേറെ പേരെ മുന്നിലേക്കുള്ള ജീവിതത്തിൻ്റെ പാതകൾ കാണിച്ചു കൊടുക്കുന്നവരാണ് ഈ പുറകിലുള്ളവർ. പക്ഷേ ഈ പുറകിലുള്ളവർക്ക് പാതകൾ തെളിച്ചു പോകുമ്പോൾ അത്ര സുഗമമായിട്ട് സഞ്ചരിക്കുവാനൊന്നും സാമ്പത്തികമായി വലിയ ശേഷിയൊന്നുമില്ല. ഇവർ നല്ല മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ട് ഇത്രയേറെ യാത്ര സഞ്ചരിച്ചു. ഇനി ഒരു പക്ഷേ യാത്രയ്ക്ക് കൂടുതൽ കരുത്ത് പകരുവാൻ ആർക്കെങ്കിലൊക്കെ തയ്യാറാണെങ്കിൽ ഇവരുമായി ബന്ധപ്പെടാം. ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സഹായിക്കാം. അതിനേക്കാൾ ഉപരിയായി ഇന്നത്തെ അധ്യായം കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഭവനങ്ങളിൽ ഇതുപോലെയുള്ള മക്കൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ഹൃദയവേദനയുമായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഞാൻ ആ അമ്മ പറഞ്ഞ വാചകമൊന്ന് കടമെടുക്കുകയാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മകനെ ഒന്ന് ചിരിച്ചത്. അത്രയേ ഉള്ളൂ. ചിരിക്കുവാനുള്ള ഒരു ത്രാണി, ചിരിക്കുവാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കുമെല്ലാം ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ്. ഇത് പടരട്ടെ. വിങ്ങണിശ്ശേരിയിൽ നിന്ന് തുടങ്ങിയ ഈ ചെറിയ ഒരു മരം വളർന്ന് സംസ്ഥാന തലത്തിലേക്കും ഒക്കെ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു. നിങ്ങൾക്കിടയിലും ഇതുപോലെയുള്ള ജനകീയ വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. നാളെ ഇതേ സമയം ഇതേ നേരം മറ്റൊരു ജനകീയ വിഷയമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.